സുദാമാവിൻ്റെ ഭഗവാനോടുള്ള ബന്ധത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള അനുഗ്രഹ ഫലം, അതിൽ ഒരു ഗൂഢമായ തത്വം ഒളിഞ്ഞിരിക്കുന്നു. അതെന്താണ് എന്ന് വെച്ചാൽ, ഭഗവാനെ കണ്ടു, ഭഗവാന്റെ ആതിഥ്യം സ്വീകരിച്ചു, വിശേഷങ്ങൾ ചോദിച്ചതിന് മറുപടി പറഞ്ഞു എന്നല്ലാതെ ഭഗവാന്റെ മുമ്പിൽ തൻ്റെ പ്രാരബ്ധവും പാഴിയരവും പറഞ്ഞില്ല. മനസ്സിലായി? അർത്ഥിക്കലർത്ഥിച്ചതു മാത്രമേകും അർത്ഥിച്ചിടേണ്ടാത്ത വിധത്തിൽ ഏകിണ നിഷ്കാമ ഭക്തർക്ക് അഖിലാശയം കൊടുത്ത് അച്ചേപടി താരണയും കൊടുത്തിടും. കേട്ടാൽ കേട്ടതു നൽകിയിടും, കേട്ടില്ലേൽ സർവ്വതും തരും. മനസ്സിലായല്ലോ അല്ലേ? നിങ്ങൾ നല്ല ബുദ്ധിയുള്ള ആളുകളാട്ടോ. അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്താണ്, പയ്യനടുത്ത് വന്ന് കഥ പറയാൻ സാധിച്ചു എന്നുള്ളത്. എന്തൊരു ശ്രദ്ധ അറിയോ? നന്നാവും. അങ്ങനെയാണ് വേണ്ടത്. ശ്രോതാക്കളിൽ ശ്രദ്ധയതേരിടുമ്പോൾ കഥിപ്പവനും രുചി കൂടുമല്ലോ. ശ്രോതാക്കൾക്ക് ശ്രദ്ധയുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ പറയുന്ന ആൾക്ക് സന്തോഷമാണ്. അത് വലിയ ആളുകളുടെ വണ്ണത്തിലല്ല കാര്യം, എണ്ണത്തിലുമല്ല കാര്യം. ഇരിക്കുന്ന ആൾ ഒന്നോ അരയോ മുറിയാണെങ്കിലും ശ്രദ്ധയോടുകൂടിയിട്ടാണ്, ആത്മാർത്ഥമായിട്ടാണ് ഇരിക്കണമെങ്കിൽ നമുക്കത് സാധിക്കും. കുറച്ച് വർഷം, ഒരു 10-18 വർഷങ്ങൾക്ക് മുമ്പ് VIP ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല. ചെന്നൈയിൽ സിനിമാ ബന്ധമുള്ള ഒരാൾ ആണെന്ന് മാത്രം പറയാം. ചെർപ്പളശ്ശേരിയിലെ ഒരു നാരായണ നമ്പൂതിരി മുഖേന ഒരു ക്ഷണം വന്ന ഒരു വീട്ടിലാണ്. പക്ഷെ അദ്ദേഹം ഇവിടുന്ന് നമ്മളെ കളവ് പറഞ്ഞിട്ടാണ് കൂട്ടിയിട്ട് പോയി. സിനിമാക്കാരുടെ ഒരു സംഘടനയുണ്ട്. അവിടുത്തെ അംഗങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരു പരിപാടി നടത്താൻ നിശ്ചയിച്ചിരിക്കണമെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ആൾ പറഞ്ഞാൽ നമ്മൾ പോയില്ലെങ്കിലോ വീട്ടിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ തെറ്റിദ്ധാരണ പാവും. അവിടെ പോയപ്പോൾ ഹാളും ഇല്ല, മേളും ഇല്ല, ഒന്നുമില്ല. സംഗതി മനസ്സിലായി. കോടമ്പക്കത്ത് ഒരു ശങ്കര നമ്പൂതിരി ഉണ്ട്. അവിടെ അയ്യപ്പ ഗുരുവായൂരപ്പ ക്ഷേത്രമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇല്ലത്താണ് താമസ സൗകര്യം. രാമപുരത്താണ് ഇവരുടെ വീട്. ദൂരമുണ്ട്. അപ്പോൾ പോകാനും വരാനും നമ്മളെ ശുശ്രൂഷിക്കാനും ഒക്കെ ആയിട്ട് ഒരു കാറും ഒരു ഡ്രൈവറെയും ഒക്കെ ഏർപ്പാട് ചെയ്ത് തന്നിട്ടുണ്ട്. ഏതായാലും വിഷയം മനസ്സിലായി. അവർക്ക് സന്തതികളില്ല എന്നാണ്. വിവാഹം കഴിഞ്ഞിട്ട് ഒരു 14 വർഷം കഴിഞ്ഞിരിക്കണം. അപ്പോൾ ആരോ കണ്ടിട്ടൊരു യോഗ സ്വഭാവമുള്ളൊരു മാതാജി, ഒരു യോഗിനി അമ്മയെ കണ്ടപ്പോൾ പൂർവ്വജന്മത്തിലെ രാമകോപമില്ല, ആഞ്ജനേയ സ്വാമിയുടെ എന്തോ ഒരു അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട്. അതാണ് ഇങ്ങനെ വന്നത്. അതിന് പരിഹാരമായിട്ട് രാമായണം സപ്താഹമായിട്ട് നടത്തിയാൽ മതി. അതിലൊരു ആചാരനിഷ്ഠനായിട്ടുള്ള ആരെങ്കിലും കൊടുന്നിട്ട് അവരെന്നിട്ട് തൃപ്തിയാക്കി അയക്കുക. പരിഹാരം പോകണം. ഇതാണ് വിഷയം. എന്തായാലും അങ്ങനെ കറങ്ങി തിരിഞ്ഞെത്തി നമ്മൾ. അപ്പോൾ സ്വാമിജി ആവശ്യം പറഞ്ഞുവല്ലോ തിരുമേനി. പറഞ്ഞു. അപ്പോൾ യാദൃശം കുരുതേ കർമ്മം താദൃശം ഫലമാപ്നിയാത്. എമ്മട്ടാണോ കർമ്മം ആ മട്ടുതാൻ ഫലവും വരും എന്നാണ്. നമ്മളെങ്ങനെ സ്വീകരിക്കണോ അതിനനുസരിച്ചിട്ട് ഫലം ഉണ്ടാവും. നമ്മൾ ശ്രമിക്കാം ആത്മാർത്ഥമായിട്ട്. പല സ്ഥലത്തും പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലർക്കും. അപ്പോൾ എങ്ങനെയൊക്കെയാ ചിട്ടകൾ? രാവിലെ ഞങ്ങളൊരു 4-5 മണിയോട് കൂടിയിട്ടൊക്കെ ഉണർന്ന് തയ്യാറായി. ഒരു 5:30-ക്കൊക്കെ വേദിയിൽ, 5:30-6 മണിയോട് കൂടിയിട്ട് വേദിയിൽ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ഒന്ന് ബേജാറായിരുന്നു. കാരണം എന്താ അറിയോ, അവരുടെ അവിടെയൊക്കെ നേരം വെളുക്കാൻ 8 മണിയോളം ആവും. അത് വയ്യ, ഇത്രയ്ക്ക് വയ്യ. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മധ്യസ്ഥം പറഞ്ഞിട്ട് ഏതായാലും 7 മണിയാക്കി. അങ്ങനെ 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ എന്തൊരു ശ്രദ്ധ അറിയോ, 2-3 ഫോണുണ്ട്. ആ ഫോണൊക്കെ ക്രാഡിൽ നിന്ന് മാറ്റി വെച്ച്, അന്ന് മൊബൈലൊന്നും സാർവത്രികമായിട്ടില്ല, പക്ഷെ അവരുടെ കയ്യിൽ ആ സാധനമുണ്ട്. അതിനെയൊക്കെ സൈലൻ്റാക്കി കമഴ്ത്തി വെച്ച് 2 നോട്ട് പുസ്തകവും 2 പേനയും എടുത്തു വെച്ചിട്ടാണ് കഥ കേൾക്കാനിരിക്കുക. അവരുടെ ഒരു 1-2 സെർവൻസും പിന്നെ അടുത്ത അസോസിയേറ്റ് ഡയറക്ടർ ഒരു ജയറാം എന്നൊക്കെ പറഞ്ഞ ആൾ, അവരുടെ ഭാര്യ, മലയാളി ഒരു കുഞ്ഞു മോളുണ്ട്, ഒരു ശ്രുതി എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി. അവരൊക്കെയാണ് പണിക്കാർ. വേറെ ഇതിൽ 2 നടയാണ് വീടിനെ. അവർ ഇപ്പുറത്തെ നടയിൽ ആ സൈഡിലിരിക്കും. അവർക്കും നമ്മളെ കാണാം, ഇവർക്കും നമ്മളെ കാണാം. വീടിൻ്റെ ഘടന എങ്ങനെയാണ്. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് സംശയം വന്നാൽ അന്നേരം അവർ തിരുമനസ്സേ അതൊന്നുകൂടി പറയാവോ, അതിൻ്റെ തത്വാർത്ഥം എന്താണ്, കഥാർത്ഥം എന്താണ്, അത് രണ്ടും അങ്ങനെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചു. മംഗളമായിട്ട് പൂർത്തിയായി. അപ്പോൾ ഈ ഒരു ആവശ്യമായതുകൊണ്ട് മംഗളചണ്ഡിക, കുട്ടികളെ നോക്കുന്ന ആൾ
ഷഷ്ഠീദേവിയാണ്, ദേവസേന, സ്കന്ദപത്നിയാണ്. അപ്പോൾ ആ നിലയിലുള്ളൊരു മന്ത്രോപദേശം അവർക്ക് ചെയ്തു. ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു. ഇനി സ്വാമിജി എന്ത് ചെയ്യണം എന്ന് വിളിച്ചു ചോദിച്ചു. സുഖമായിട്ട് എത്തിയില്ലേ എന്നൊക്കെ ചോദിച്ചു. എത്തി. വലിയ നല്ല നിലയിൽ തന്നെ സ്വീകരിച്ച് സൽക്കരിച്ച് തന്നെയാണ് തിരിച്ചയച്ചത്. നാട്ടിലെത്തിയോ എന്ന് ചോദിക്കാനുള്ള ഒരു വിവേകമുണ്ടായി. പലരും അങ്ങനെ പതിവില്ല. അപ്പോൾ അങ്ങനെ എത്തി, ഭംഗിയായിട്ട് എത്തി. അപ്പോൾ മാസം ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. 1-2 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ സന്തോഷമായി. ഇനി എന്ത് ചെയ്യണം? അഭക്ഷ്യങ്ങൾ ഭക്ഷിക്കാതിരിക്കുക. ദംഷകളുള്ള ജീവികൾക്കാണ് മാംസം വിധിച്ചിരിക്കുന്നത്, തേറ്റുള്ളവർക്ക്, കോമ്പലുള്ളവർക്ക്. മനുഷ്യന് വിധിച്ചിരിക്കുന്നത് പച്ചക്കറിയാണ്. അപ്പോൾ കളവ് പറയാതെ കണ്ടും ഈ തന്ന മന്ത്രം പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ടും ആരെയും വേദനിപ്പിക്കാതെ കണ്ടും, നമ്മൾ വേദനിക്കാനുള്ള ഇടവന്നു കഴിഞ്ഞാൽ എന്തോ ഒരു പരീക്ഷണത്തിലൂടെ ഭഗവാൻ നമ്മളെ ശുദ്ധീകരിക്കാനായിട്ടുള്ളൊരു സന്ദർഭം ഉണ്ടാക്കിയിരിക്കുകയാണ് എന്ന ബോധം ഉൾക്കൊണ്ട് അവരോട് കയർക്കാൻ പോവാതെ കണ്ടും നമ്മൾ അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയാൽ അനുഭവം ഉണ്ടാവും പൂർണ്ണമായി. അപ്പോൾ ഒരു അധികം വൈകാതെ മകീരൻ നക്ഷത്രത്തിൽ നല്ലൊരു ആൺകുഞ്ഞ് അവർക്ക് ജനിച്ചു. അതിനുശേഷവും ബന്ധപ്പെടുകയും ചെറിയ സമ്മാനങ്ങളൊക്കെ കൊറിയർ വഴിക്ക് അയക്കുന്ന രീതികളൊക്കെ ഉണ്ടായി. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണ്? ആഗ്രഹം സ്വാർത്ഥതയില്ലാത്തതാണെങ്കിൽ, ആർക്കും വേദനയില്ലാത്തതാണെങ്കിൽ ഭഗവാനോട് ചോദിക്കേണ്ടതായിട്ട് തന്നെ ഇല്ല. പക്ഷേ നമുക്ക് ആ ഒരു പക്വതയില്ലെങ്കിൽ ന്യായമായ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നതിനെ കൊണ്ട് തെറ്റില്ല. തീർച്ചയായിട്ടും അത് ഉണ്ടാവും. ഇവിടെ ഒന്നും ആവശ്യപ്പെട്ടില്ല എന്നതുകൊണ്ട് ഭഗവാനെല്ലാം അറിഞ്ഞ് കണക്കിലധികം കൊടുത്തു എന്നാണ്. ഇതാണ് സുദാമാവിൻ്റെ കഥയിലൂടെ. ഇനി അതിൻ്റെ തത്വാർത്ഥം പറയാൻ നമ്മൾ പറഞ്ഞു അല്ലേ? വിത്ത് വറുത്തിട്ടാണ് ഇടിച്ച് പൊടിച്ചിട്ട് അവിലാക്കുന്നത് അല്ലേ? അങ്ങനെയല്ലേ? നെല്ല് വിത്തല്ലേ? നെല്ല് കണ്ടിട്ടില്ലേ? ഈ നെല്ല് എന്നത് ബീജം. വിത്തിനും പറയുന്ന മറ്റൊരു പേരാണ് ബീജം. ആ ബീജത്തെ എന്ത് പറയും ജ്ഞാനികൾ? കർമ്മബീജം. കർമ്മബീജം. ഈ കർമ്മബീജമാണ് നമ്മളെ എന്തിൽ കൊടുക്കുന്നത്? ദുഃഖമൊടുക്കുന്ന തമ്പുരാനേ കൃഷ്ണ, തൃക്കഴൽ ഞാനിതാ കുമ്പിടുന്നേൻ. ദുഃഖമെടുത്തതിനെന്തോ മൂലം കൃഷ്ണ, ദുഃഖമെടുത്തത് ജന്മമൂലം. ജന്മമെടുത്തതിനെന്തോ മൂലം കൃഷ്ണ, ജന്മമെടുത്തത് കർമ്മം മൂലം. കർമ്മമെടുത്തതിനെന്തോ മൂലം കൃഷ്ണ, കർമ്മമെടുത്തത് രാഗം മൂലം. മനസ്സിലായില്ലേ? അങ്ങനെ അനുബന്ധമായിട്ട് വരും. അപ്പോൾ രാഗം, ഓരോ മോഹങ്ങൾ ബാക്കി വെച്ച് പോകുമ്പോൾ അതിനനുസൃതമായിട്ടുള്ള ജന്മം ജനിക്കേണ്ടതായിട്ട് വരും. നമ്മൾ മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ബാക്കി വെച്ചിട്ട്, പൂതനയുടെ കാര്യം അങ്ങനെയാണ്. എന്താ പൂതന ഭഗവാനെ കൊല്ലാനായിട്ട് നിയോഗിക്കപ്പെട്ടതിൻ്റെ പിന്നിലത്തെ ഒരു കഥ എന്താ? ബലിയുടെ പുത്രിയായിരുന്നു പൂതന. പൂർവ്വജന്മത്തിൽ ബലി ചക്രവർത്തിയുടെ പുത്രിയായിരുന്നു പൂതന. അന്നത്തെ അവളുടെ പേര് രത്നമാല. ഉണ്ണിക്കുട്ടൻ ഉരുണ്ടിങ്ങനെ വന്നിട്ട് ദാനം ആവശ്യപ്പെടാനായിട്ട് വന്നുവല്ലോ വാമനനായിട്ട്. അപ്പം ആ കൊച്ചുണ്ണിയെ കണ്ടപ്പോൾ വാത്സല്യം കൊണ്ട് ഇങ്ങനത്തെ ഒരു ഉണ്ണിയല്ലേ വേണ്ടത് എന്നുള്ള സ്നേഹത്തിൽ അറിയാതെ കണ്ട് സ്ഥലങ്ങളിൽ നിന്ന് സ്തന്യമുണ്ടായിരുന്ന കർട്ടൻ്റെ പിന്നിൽ നിന്ന് നടന്നിട്ടുള്ള കാര്യമാണ്. ആരും അറിഞ്ഞിട്ടില്ല. വാത്സല്യപൂർവ്വം താലോലിക്കണമെന്നും മടിയിലിരുത്തണമെന്നും ഉണ്ണിക്ക് പാലു കൊടുക്കണം എന്നൊക്കെയുള്ള ഒരു ഇഷ്ടമുണ്ടായി എന്ന് പറയണം, ഒരു അമ്മ എന്ന നിലയിൽ. ആരും അറിഞ്ഞില്ലെങ്കിലും ഭാവഗ്രാഹി ജനാർദ്ദന, ഭാവഗ്രാഹിയായിട്ടുള്ള ഭഗവാൻ അത് അറിഞ്ഞു. ഉടനെ അടുത്ത നിമിഷത്തിൽ എന്താ ചിന്തയുണ്ടായിരുന്നത്? വരം വാങ്ങാൻ, ദാനം വാങ്ങാൻ എന്നുള്ള നിലയൊക്കെ വേഷം കെട്ടി വന്നാലും കള്ളനാണ് കേട്ടോ, ചതിക്കല്ലേ ചെയ്തത്. ഈ ജാതി സാധനങ്ങളെ ബാക്കി വയ്ക്കരുത്, കൊല്ലുകയാണ് വേണ്ടത് ഇവരിനേക്ക് എന്നുള്ള ചിന്തയായി. മനസ്സിലായോ? അപ്പം എന്തായി? കൊല്ലാനും കൂടിയുള്ള ഒരു കാര്യം നിയോഗിക്കപ്പെട്ടു. പിടികിട്ടിയോ? ആശയം വ്യക്തമായോ?
അപ്പോൾ ആദ്യത്തെ ആ ചിന്തയും ആഗ്രഹവും ഫലപ്രദമായി, രണ്ടാമത്തേനും ഫലമുണ്ടായി. അതിൻ്റെ ഭാഗമായി കൊണ്ട് കംസൻ്റെ സന്നിധിയിൽ ഒരു മന്ത്രിയായിട്ട് നിയോഗിക്കപ്പെടുകയും ഭഗവാനെ വധിക്കുവാൻ അപ്പോൾ വധിച്ചത് എങ്ങനെയാണ്? കഠാര കൊണ്ടല്ലല്ലോ, വിഷം കൊടുത്തിട്ടല്ലല്ലോ. തൻ്റെ സ്ഥാനത്തിൽ വിഷം പുരട്ടിയിട്ട് മാതൃഭാവത്തിൽ സ്നേഹം അഭിനയിച്ചുകൊണ്ട് ആ സന്യം നൽകേണ്ടി വന്നു. അപ്പോൾ ഒരു ജന്മത്തിൽ തോന്നിയിട്ടുള്ള ചെറിയൊരു വാസനയ്ക്ക് പോലും കർമ്മം ബന്ധിച്ച അനുഭവമുണ്ടായി എങ്കിൽ അനേക വാസനകളും ചിന്തകളും ആഗ്രഹങ്ങളും വെച്ച് പുലർത്തുന്ന നമ്മളൊക്കെ എത്ര ജന്മം ജനിക്കേണ്ടി വരും എന്ന് ചിന്തിക്കുക. അതുകൊണ്ടാണ് ബുദ്ധിമാന്മാരെന്ത് പറയണത്? സങ്കൽപ്പാനഖിലമഭിത്യജ, എല്ലാ സങ്കല്പങ്ങളും ആഗ്രഹങ്ങളും എന്ത് ചെയ്യാം? ഭഗവാനിലേക്ക് ലയിപ്പിക്കുക. പരിമിതമായിട്ടുള്ള ആഗ്രഹങ്ങൾ വെച്ച് പുലർത്തുക. ഇല്ലെങ്കിലൊക്കെ ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞതുപോലെ പുനരഭിജനനം പുനരഭിമരണം പുനരഭിജനനീ ജഠരേ ശയനം ഇഹ സംസാരേ ബഹുദോസ്താരേ കൃപയാ വാരേ പാഹി മുരാരേ ഭജ ഗോവിന്ദം. ഇങ്ങനെ ജനിമൃതികളെ പ്രാപിക്കേണ്ടതായിട്ട് വരും. എങ്ങനെയാണെങ്കിൽ പരമാർത്ഥ തത്വങ്ങളറിയാതെ മായതൻ നിഴലിൻ്റെ പിൻപെ തെറിച്ചു ചാടി എരിയുന്ന തീ കണ്ട ശലഭം കണക്കെ ഒരു ഫലവുമില്ലാതൊടുങ്ങാൻ തുടങ്ങും നിനക്കൊരു നിമിഷമെങ്കിലും സ്വൈരമുണ്ടോ? അതിനല്ല മനുജന്റെ വിലയേറിടും ജന്മം, അതിനുണ്ടൊരവകാശം അതിനു വേണ്ടി അഭിമാനധനധാരമോഹം വെടിഞ്ഞുതീ ഹരിഹരപദ ബ്രഹ്മ ഭജനം ചെയ്തിടായിൽ. ഇങ്ങനെ കൊളുത്തി കൊളുത്തി കൊളുത്തിയിട്ട് പോയിക്കൊണ്ടിരിക്കും. ഇതാണ് ഭാവം. ഏതായാലും അനന്തരം അതിനുശേഷം വൃഷ്ണികളെല്ലാവരും കൂടിയിട്ട് സൂര്യഗ്രഹണം ഉണ്ടായി ഒരു ഘട്ടത്തിലേ. അപ്പോൾ ഇവരെല്ലാവരും വൃന്ദാവനത്തിൽ ചെന്നിട്ട് രാത്രിയും പകലൊക്കെ ആയിട്ട് ടെൻ്റടിച്ച് കൂടിയിട്ട് സഹസ്രനാമാദികളും സാധനാനുഷ്ഠാനങ്ങളും ഒക്കെ ആയിട്ട് കൂടി, അതിനായിട്ടൊക്കെ കൂടി. പക്ഷേ അവിടെയും വലിയ പ്രശ്നമാട്ടോ. ഈ 4 ആൾ കൂടിക്കഴിഞ്ഞാൽ സാധനയിൽ ലാഭമുണ്ടാവണമെങ്കിൽ, അനുഭവം ഉണ്ടാവണമെങ്കിൽ ആത്മീയദാഹികൾ ഏകരായിട്ട് പോകുന്നതാണ് നല്ലത്. ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വിഷയങ്ങളായിട്ട് കടകെട്ടാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലാത്തതിനാ. കേശവട്ടോ എന്താ? അല്ല, ഞാനൊരു സംശയം കുറേ വിചാരിക്കണം. എന്താ അത്? ഈ തക്കാളി എന്താ അങ്ങനെ ഉരുണ്ടിരിക്കണത്? അറിയില്ല കേട്ടോ, എന്നാലും ചതുരത്തിലായ എന്താ കുഴപ്പം? എനിക്ക് വല്ല പ്രയോജനമുള്ളതാണോ? ഇങ്ങനെ അമൂല്യമായിട്ടുള്ള സന്ദർഭങ്ങളെയും സ്ഥലങ്ങളെയും അതിൻ്റെ മഹത്വത്തെയും യാമങ്ങളെയും അറിയാതെ അകാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ആയുസ് നശിപ്പിക്കാനാണ് ആളുകൾക്ക് അധികവും താല്പര്യം. വേണ്ടതല്ല ചോദിക്കുക. ഇപ്പം സപ്താഹനൊക്കെ തന്നെ പോകുമ്പോണ്ടല്ലോ 2-3 ദിവസമൊക്കെ വലിയ ആയിരിക്കും. കൃഷ്ണാവതാരത്തിൻ്റെ അടുത്തൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഹരിയോം സായി ഹരിയോം, ഇത് കഴിഞ്ഞാൽ വീട്ടിൽ പോകില്ലേ? പോണ്ടേ? സ്വാമിജി ഒരു സംശയം ചോദിക്കാം. പിന്നെ അല്ല, കുട്ടികൾ എന്നൊക്കെ പറഞ്ഞു, കുട്ടികളൊക്കെ ഉണ്ട് അല്ലേ? അപ്പൊ സ്വാമിയല്ല അല്ലേ? ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ പ്രസക്തമല്ലാത്ത പല വിഷയങ്ങളിലും മനസ്സിനെ കെടുത്തിക്കൊണ്ട് അങ്ങനെ പോവുക എന്നല്ലാതെ ആത്മലാഭത്തിന് ഉപകരിക്കുന്നതായിട്ടുള്ള എന്തെങ്കിലും ചോദ്യം ചോദിക്കണം എന്ന് പലർക്കും തോന്നുകയില്ല. ഒരു വ്യക്തിയെ ചകഞ്ഞ് മനസ്സിലാക്കിയിട്ട് എന്തൊക്കെയുണ്ട് എന്ന് ചെറുതായിട്ടെങ്കിലും ഒരു നിരീക്ഷണം നടത്തിയിട്ട് അതിൽ തനിക്ക് പ്രയോജനപ്പെടുത്താവുന്ന എന്ത് എടുക്കാം, അതല്ലേ എടുക്ക്, അതല്ലേ വേണ്ടത്. പക്ഷെ നിർഭാഗ്യവശാൽ ഭൗതികത്തിലെ ആളുകൾക്ക് അത്തരം കാര്യങ്ങൾക്കൊന്നും
തോന്നില്ല വാസന. എന്തിനു പറയണോ? വസുദേവർക്ക് തോന്നിയിട്ടില്ല. പരബ്രഹ്മസ്വരൂപൻ മകനായിട്ട് ജനിച്ചിട്ട് ആ അച്ഛൻ എന്നുള്ള അഭിമാനത്തിൽ പോയി എന്നല്ലാതെ സർവേശ്വരനായിട്ടുള്ള ഭഗവാനാണ് എന്നറിഞ്ഞ് പ്രയോജനപ്പെടുത്തുവാൻ സാധിച്ചില്ല എന്നത് വലിയ ദുഃഖത്തിന് കാരണമായി എന്ന് പറയണം. അപ്പം അവിടെയും ഒരു അധ്യായത്തിൽ അതാ പറയണത്, വെറുതെ എങ്ങനെയാണ് നിങ്ങൾക്ക് മൂപ്പരെ കിട്ടിയത്? ഞങ്ങളങ്ങനെ വലിയൊരു വെറ്റ് വെച്ച് ഇങ്ങനെ ഒറ്റ കണ്ണിലേക്ക് ആസ്ത്രം ചെയ്ത് അങ്ങനെയൊക്കെയുള്ള കഥകളൊക്കെ ആ പൊങ്ങച്ചങ്ങളും ഒക്കെ പറഞ്ഞിങ്ങനെ നടക്കുക. അപ്പോൾ നമ്മുടെ നാട്ടിലൊരു മാണിക്കേട്ടുണ്ടായിരുന്നു, മരിച്ചു കേട്ടോ. അന്ന് കാലത്ത് ബുഷിൻ്റെ ഒരു റേഡിയോ ഉണ്ട് അദ്ദേഹത്തിന്. മുറ്റത്തിരുന്നിട്ട് ആ റേഡിയോ അങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പാട്ട് വെക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ ദാസമട്ടി ഇരിക്കുവനെ, നമ്മുടെ വീട്ടിൽ റേഡിയോ ഇല്ല കേട്ടോ, ഇവരെ വീട്ടിൽ ആദ്യം നല്ല പാട്ടുകൾ. ദാസമട്ടി മണികേട്ട ഇത് ബുഷാണ് അല്ലേ? ബുഷാണ് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഒരു കമ്പനിക്കാർ ഒരു സാധനം പ്രൊഡക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 10,000 എണ്ണം ഉണ്ടാക്കി വിചാരിച്ചോളൂ, എല്ലാം നന്നായിക്കൊള്ളുന്നില്ല എന്ന് വെച്ചാൽ കമ്പനിക്കാരുണ്ടാക്കി ഏറ്റവും നല്ല സാധനം മൂപ്പർക്കാ കിട്ടുക. ഇങ്ങനെ എല്ലാത്തിലും സ്വയം അതങ്ങനെ അനുഭവിച്ചുകൊണ്ടും അഭിനയിച്ചുകൊണ്ടും അങ്ങനെ പോണു ആളുകൾ എന്ന് പറയണം. ഏതായാലും കംസനാൽ ഹനിക്കപ്പെട്ട ജ്യേഷ്ഠന്മാരെ ഒക്കെ കാണാനുള്ള മോഹമുണ്ട് എന്നൊക്കെ ഇവരൊക്കെ പറഞ്ഞു പോയപ്പോൾ വ്യാസഭഗവാൻ അവരെ കാണിക്കാനായിട്ടുള്ള ഒരു ശ്രമമൊക്കെ നടത്തി. ഇതിൻ്റെ ഇടയിൽ സന്താനഗോപാലൻ കഥ വരുന്നുണ്ടെന്ന് സ്പീഡ് കൂട്ടാട്ടോ. സുഭദ്രാഹരണം വരുന്നുണ്ട്. അപ്പോൾ പഴയകാലത്ത് 5 പേരും കൂടി ചേർന്നിട്ട് ദ്രൗപദിയെ ഭരിക്കുകയാണല്ലോ. ഓരോ വർഷം ഓരോരുത്തർ ഭർത്താവായിരിക്കുക എന്നൊരു വ്യവസ്ഥയാണ്. അപ്പോൾ ഒരാളങ്ങനെ കുടുംബമായിട്ട് കഴിയുമ്പോൾ മറ്റൊരാൾ അതിൽ ഇടപെടാനൊന്നും പാടില്ല. അങ്ങനെ അവർ സന്തോഷ നിമിഷങ്ങൾ കാണാനിട വന്ന പണിഷ്മെൻ്റ് ഉണ്ട്. എന്താ പണിഷ്മെൻ്റ്? 1 വർഷം തീർത്ഥാടനം. അങ്ങനെ ഭീമേട്ടനായിട്ട് അങ്ങനെ സന്തോഷിച്ചിരിക്കുമ്പോൾ അറിയാതെ കണ്ട് എന്തോ ഒരു ഓർമ്മയിൽ അർജുനൻ പെട്ടെന്ന് കയറി വന്നപ്പോൾ ഒരു വേണച്ചിട്ടല്ല അങ്ങനെ. അപ്പോൾ അതനുഭവിക്കണം. അങ്ങനെ 1 വർഷം തീർത്ഥാടനത്തിന് കൊണ്ടുവന്നു. ഈ തീർത്ഥാടനത്തിനൊക്കെ പോകുമ്പോൾ ഈ പറഞ്ഞ മാതിരി പക്വതയില്ലാത്തവർ തീർത്ഥാടനത്തിന് പോയി കഴിഞ്ഞാൽ അനുഭവങ്ങൾ അത്ര നന്നായിക്കൊള്ളുന്നില്ല. അങ്ങനെ പോയാലും ചിന്തകളും ശ്രദ്ധയൊക്കെ വരുന്ന ആളുകൾ എന്ത് പറയണോ, ഏത് നാട്ടുകാരാ വരണ എന്നുള്ള ശ്രദ്ധകളാണ്. അപ്പോൾ ഒരു കൂട്ടർ വന്നു, കാശി ഇങ്ങനെയൊക്കെ ഉള്ള ഭാഗങ്ങളിലൊക്കെയാണ് പോയിരിക്കുന്നത്. അപ്പോൾ വന്നപ്പോൾ അവരുടെ വർത്തമാനം ശ്രദ്ധിച്ചപ്പോൾ ആ സ്ലാങ്ങിൽ നിന്ന് തൻ്റെ നാട്ടുകാരാണെന്ന് മനസ്സിലായി. എവിടെയാണ് എന്താണെന്നൊക്കെ കയറി ഹെഡ് ചെയ്തു. അപ്പോൾ നോക്കുമ്പോൾ തൻ്റെ വീടിൻ്റെ അയൽവക്കത്തുള്ള ആളുകളാണ്. നാട്ടിലിപ്പോൾ എന്തൊക്കെ വിശേഷം? ഞാൻ വന്നിട്ട് കുറേ കാലമായിട്ട്, ഞാൻ ആ നാടായിട്ട് ബന്ധമുള്ള ആളാണ്, കുറേ കാലം മുമ്പായിട്ട് ഇങ്ങനെ വന്നു. അപ്പോൾ താടിയും ഇതൊക്കെ വളർന്നിട്ടുണ്ട് കേട്ടോ. നാട്ടിലിപ്പോൾ വിശേഷം പറയാനൊന്നുമില്ല, ഇപ്പോൾ പൂരം കഴിഞ്ഞേ ഉള്ളൂ. അല്ല വേറെന്തെങ്കിലും? വേറെ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഇവരുടെ ദുര്യോധനൻ്റെ ഒരു സിസ്റ്ററിൻ്റെ വിവാഹം ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. അല്ല ദുര്യോധൻ്റെ അല്ല, ക്ഷമിക്കണം, കൃഷ്ണൻകുട്ടറെ, രാമൻ്റെയും കൃഷ്ണൻ്റെയും. അപ്പോൾ സംശയം, ഏത് രാമൻ കൃഷ്ണൻ? കലപ്പക്കാരൻ. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ കുറേ അധികം ഫാമിലിയുള്ള ആൾ. ഒരു പെങ്ങളല്ലേ ഉള്ളൂ. സുഭദ്ര, സുഭു. ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സ് ബേജാറായി. തൻ്റെ ഇഷ്ടകാരിയാണ്. ഒരു മാനസിക ബന്ധമുണ്ട് അവിടെ. പാവം കേട്ടോ, തീർത്ഥാടനത്തിന് സ്വൈരമില്ല. വേഗം സ്വാമിമാർ ഗുജറാത്ത് ഭാഗങ്ങളിൽ ഈ വടക്ഷീരം, പേരാലിൻ്റെ കറ എടുത്തിട്ട്, എൻ്റെ പാലൊക്കെ എടുത്തിട്ട് ജട പിടിപ്പിക്കുന്ന ഇന്നും ഉണ്ട് കേട്ടോ. ചില സമ്പ്രദായക്കാർക്ക് ജട വേണം, ചിലർ മുട്ടയടിച്ചിട്ടാണ്. ദണ്ഡി സ്വാമി, ഉണ്ടി സ്വാമി, അങ്ങനെയൊക്കെ പല സ്വാമിമാരാണ്. അപ്പോൾ ഇതൊരു ജഡസ്വാമി, ജടയൊക്കെ പിടിപ്പിച്ച് കാശുമുണ്ട്. വേഗം 1-2 ആളുകളുടെയൊക്കെ സിൽബന്തിയിലൊക്കെ കൂട്ടി ഒരു ആൽത്തറ ഉള്ള ഭാഗത്തൊരു പർണശാലയൊക്കെ വെച്ച് നാട്ടിൽ ഓടി ഒരു സ്വാമിയുടെ വേഷത്തിൽ, ഒരു മനുഷ്യൻ കണ്ടാൽ അറിയില്ല, അർജുനാന്നറിയില്ല. ആ നിലയിലിരുന്ന് ധ്യാനവും കാര്യങ്ങളൊക്കെ ആയി. ഇനി തൻ്റെ ഇഷ്ടം നടത്തണം. അതിനായിട്ട് എന്ത് ചെയ്യണം? ചില പ്രൊപ്പഗൻഡുകളൊക്കെ ഉണ്ടാക്കണം. 1-2 സിൽബന്തികളെയൊക്കെ വിട്ടു. ഈ ആളുകൾ പറഞ്ഞ് പ്രചാരപ്പെടുത്തുകയാണ്. മനസ്സിലായില്ലേ? സാധാരണക്കാരനെ കൊണ്ട് ഈ സ്വാമി ആക്കലാണ്. അങ്ങനെയാണല്ലോ പാവം. അപ്പം അങ്ങനെ പോയിട്ട് ഒരു സ്വാമി വന്നിട്ടുണ്ട്.
എന്താ കഴിവറിയോ! ഓ, എന്തോ ഒരു ഭാഗ്യം കൊണ്ട് നമ്മുടെ നാട്ടിൽ വന്നു. വടക്കാണത്ര, ഹിമാലയത്തിലാണ്. ഒരു കാക്ക മൂപ്പരി ഇരിക്കണതിൻ്റെ അടുത്ത് കൂടെ അങ്ങനെ അങ്ങോട്ട് പറന്നു പോയില്ലേ. വെറുതെ തമാശയ്ക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു ചിറക് വെള്ളയിൻ്റെ ജാനകി എടുത്തിട്ട് അമ്മായില്ലേ, അറിയില്ല. എന്നിട്ട് 10-26 കൊല്ലമായിട്ട് വയറ്റിലെണ്ണയില്ലേ അമ്മയ്ക്ക്. സാമിത ഊതിയിട്ട് ഇത്തിരി വെള്ളം കൊടുത്തു. പ്രചാരങ്ങളായി. അങ്ങനെ ബലരാമൻ ഇതിൽ ഇത്തിരി ആട്ടുള്ള ആളാണ്. ബലരാമൻ, കൃഷ്ണകുട്ടി ഏട്ടാ, നമ്മുടെ നാട്ടിലൊരു സ്വാമി വന്നിട്ടുണ്ട് ഇത്ര, അറിയില്ല. അറിയണ്ടേ? ഒരു മഹാത്മാവ് നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കാണുക, പരിചയം. എനിക്ക് അതിലൊന്നും താല്പര്യമില്ല. ഈ സ്വാമിമാരെയൊന്നും മുഴുവൻ വിശ്വസിക്കാൻ പറ്റില്ല ഏട്ടാ. എന്താണെങ്കിലും ബലരാമൻ അങ്ങനെ ചെറിയൊരാട്ടം തുടങ്ങി. മറ്റു ശില്പന്തികളുണ്ടല്ലോ, അവരൊക്കെ പറഞ്ഞ് പ്രേരിപ്പിച്ച് ഒരു ദിവസം സ്വാമിയെ കാണാൻ തയ്യാറായി പോയി. അപ്പോൾ മെസ്സഞ്ചേഴ്സ് മെസ്സേജ് കൊടുക്കുന്നുണ്ട് കേട്ടോ. പുഴ കടന്നു കേട്ടോ മൂപ്പര്. എത്താറായി. എവിടെ? പടിക്കട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ സ്വാമി ആളെത്തി. സ്വാമി വേഗം ഒരു 10 മിനിറ്റ് അങ്ങനെ ഇരുന്നു. മറ്റയാളിനെ ഇരുത്തി. മറ്റയാളോട് നല്ല പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ചിലപ്പോഴേ ഈ കണ്ണടച്ച് ഇരിപ്പുണ്ടല്ലോ, 7 ദിവസമൊക്കെ അങ്ങനെ ഇരുന്നു എന്ന് വരും. ഭാഗ്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് കണ്ണ് മിഴിച്ചു എന്നും വരും. അതെ ഭഗവാൻ, ആരാണ് കണ്ണ് മിഴിച്ചു. 3 നാമധേയങ്ങൾ അല്ലേ? ബലൻ എന്നും, സംഘർഷണൻ എന്നും, രാമൻ എന്നും. ലേശം കഴിക്കും അല്ലേ? സ്വാമിയുടെ മുമ്പിൽ ഒന്നും മറക്കാൻ പറ്റില്ല. വീട്ടിലിപ്പോൾ ഒരു മംഗളകർമ്മം നടക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണല്ലോ. കണ്ടമാരിയ പറയണതേ. ശരിയാണ്, പെങ്ങളുടെ കല്യാണം, അത് നടക്കാൻ സാധ്യത കുറവാണ്. എന്താ സമയം? ആ കുട്ടിക്ക് ഒരു ഗണ്ഡാന്ത ദോഷമുണ്ടേ, മനസ്സിലായില്ലേ? എല്ലാം തയ്യാറായി എന്നൊക്കെ തോന്നും, പക്ഷെ നടക്കില്ല. വലിയൊരു അപകടമുണ്ട് കേട്ടോ. മറ്റാൾ സ്വാമിയെ പിടിച്ചോളൂ. സ്വാമി വിചാരിച്ചാൽ, സ്വാമിജി നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു കുടുംബമാണ്, അങ്ങനെ ഒരു അപകടം നടക്കുമെന്ന് പറഞ്ഞാൽ വിഷമാണ്. എന്തോ ഒരു ഭാഗ്യം കൊണ്ട് സ്വാമി ഇവിടെ എത്താനും അദ്ദേഹത്തിന് അങ്ങേ കാണാനും. അപ്പോൾ ഒന്ന് സങ്കല്പിച്ച് എന്തെങ്കിലും ക്രിയകൾ ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് ആ ദോഷം ഒന്ന് സ്വാമി മാറ്റിക്കൊടുത്താൽ നന്നായി. ഡേറ്റ് ഉണ്ടാവില്ലല്ലോ, അപ്പോൾ നമുക്ക് തിരിച്ചു പോകണ്ടേ? അല്ല സ്വാമിജി കുഴപ്പമില്ല, ഞാൻ ഡയറി നോക്കി. ഇപ്പോൾ ഒരു 8 ദിവസം ഒഴിവ് നമുക്ക് ഉണ്ട്, ഇപ്പോൾ ഉപയോഗപ്പെടുത്താം. അതെയോ? വിഷമാവോ? അല്ല, അവർക്കൊരു സമാധാനമാണ്. അവനെ പോവാം കേട്ടോ. ഗണപതി ഹോമത്തിനുള്ള സാധനങ്ങൾ, കൊട്ടത്തേങ്ങ, നാരങ്ങ, മാതള നാരങ്ങ, കാര്യങ്ങൾ, ആപ്പിള്, അണ്ടിപ്പരിപ്പ്, ഉരുളക്കിഴങ്ങ്, വെണ്ടയ്ക്ക, സാധനങ്ങളൊക്കെ. അത് ചില ചണ്ഡികാ സങ്കല്പത്തിലുള്ള ഇതിനൊക്കെ പച്ചക്കറികളൊക്കെ മുറിച്ചിട്ടുള്ള സമ്പ്രദായങ്ങളുണ്ട്. പൂജകൾ. അപ്പോൾ ആ ദോഷശാന്തിക്കായിക്കൊണ്ടൊരു കാര്യം ചെയ്യാം. പാവം സ്വാമിയുടെ അടുത്ത് പെരുമാറിക്കൂടെ, ആ കുട്ടി എന്നെ ശുശ്രൂഷിക്കട്ടെ, ആ കേടുകൾ തീരട്ടെ. പാവം. അങ്ങനെ സ്വാമി പൂജകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ താമസമായി. സഹായിക്കാനായിട്ട് ഗണ്ഡാന്ത ദോഷമുള്ള കുട്ടി സുബു സഹായിക്കണം. ഗണ്ഡാന്ത ദോഷമുള്ള സുബു സഹായിക്കണം. 5-8 ദിവസം കഴിഞ്ഞപ്പോൾ 9ാമത്തെ ദിവസം നാട്ടിലൊരു പൂരം അറേഞ്ച് ചെയ്തു. അതിൻ്റെ രക്ഷാധികാരിയായിട്ട് നിയോഗിക്കപ്പെട്ടതാരാ? ബലരാമനാ. അപ്പോൾ ഊണുമില്ല, ഉറക്കമില്ല, ഇവിടെ ഇരിക്കാൻ വഴിയില്ല, അമ്പലത്തിലും പോകണം, അങ്ങനെ ഇങ്ങനെ. അവസാന ദിവസം ഒരു വെടികെട്ടും പരിപാടികളോട് കൂടിയിട്ടാണ് പൂരം തീർന്നത്. അതൊക്കെ കഴിഞ്ഞ് നേരം വെളുക്കോളം ഉറക്കമൊഴിച്ച് പാവം കണ്ണിങ്ങനെ മഞ്ഞളിച്ചിങ്ങനെ വീട്ടിൽ വരുമ്പോൾ മുറ്റടിക്കുന്ന ആളും അമ്മ മുറ്റടിക്കണമൊക്കെ ഉണ്ട്. വാതിലൊക്കെ തുറന്നിട്ടിട്ടുണ്ട്. രാവിലെ നേരത്തെ സ്വാമിക്കൊരു ചായ കൊടുക്കേണ്ടതാണ് പാവം. അപ്പോൾ സ്വാമി ചായ കുടിച്ചില്ലേ? സ്വാമി പോയല്ലോ. മുറ്റടിക്കണ ചേച്ചി സുഭദ്ര എവിടെ? സുബുക്കുട്ടിയും പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴാണ് അറിഞ്ഞത് സ്വാമി അല്ലാത്രേന്ന് അറിഞ്ഞു. ഇതിൽ വലിയൊരു കോപമുണ്ടായി ബലരാമൻ. കാരണം പാർത്ഥനാണ്, വിജയൻ എന്ന അർജുനനാണ് ഈ വേഷം കെട്ടി തൻ്റെ പെങ്ങളെ കൊണ്ടുപോയതെന്ന് അറിഞ്ഞപ്പോൾ തോളിലിരുന്ന് ചെവി കടിക്കണ പണിയല്ലേ ചെയ്തത്? വിശ്വാസവഞ്ചനയില്ലേ? വിടില്ല, ഞാൻ അവനെ ശരിയാക്കും എന്നുള്ള നിലയിൽ കലപ്പയെടുത്ത് ഇറങ്ങാൻ നിന്നപ്പോൾ ഭഗവാൻ തടുത്തുകൊണ്ട് പറഞ്ഞു, ഏട്ടാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സ്വാമിമാരെ മുഴുവൻ
അല്ല, നീയും കൂടി ഇതിൽ കൂട്ടു നിന്നിട്ടുണ്ടോയെന്ന് എനിക്കൊരു സംശയം ഇല്ല എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അങ്ങനെ പറയരുത് ഏട്ടാ എന്ന് പറഞ്ഞു. ഏട്ടനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അവൻ പേടിച്ച് ചാവും. ഏട്ടൻ ആയുധം എടുക്കുക പ്രയോഗിക്കുക ഒന്നും വേണ്ട. എന്താണെങ്കിലും ഈ വിഷയങ്ങൾ നാട് മുഴുവൻ അറിഞ്ഞു. അപശ്രുതി 1000 കാതെന്നല്ലേ പറയാം. അപ്പോൾ അങ്ങനെ ഒരു ഏട്ടൻ്റെ കൈ കൊണ്ട്, ഇല്ലെങ്കിൽ ഏട്ടനെ കണ്ടിട്ട് അവൻ്റെ ജീവൻ പോയി കഴിഞ്ഞാലും വിധയാവുന്ന നമ്മുടെ പെങ്ങളാണ്. മനസ്സിലായില്ലേ? ഒരു വിധവയായിട്ടുള്ള ഒരാൾ വീട്ടിലിരിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ എന്താണെങ്കിലും അതൊരു നാട്ടിൽ ഒരു വിഷമാണല്ലോ, കാണുന്നവർക്കും കേൾക്കുന്നവർക്കൊക്കെ. അപ്പോൾ അതുകൊണ്ടിപ്പോൾ അത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് മാനസികമായിട്ട് മാറ്റം വന്നു. എന്നിട്ടിപ്പോൾ എന്ത് വേണമെന്നാണ് നീ പറയണേ? അല്ല, പേടിച്ചിട്ട് നാട് വിട്ടതല്ലേ പാവം. സ്ഥലം ഒരുപാടില്ലേ, ഏതെങ്കിലും ഒരു ചായപ്പിൽ പാവം വന്ന് താമസിക്കട്ടെ. ഞാൻ വിളിക്കാനൊന്നും പോവില്ല, സാരല്ലേ, ഞാൻ പോവാം. അങ്ങനെ ഏതായാലും വിളിച്ചു കൂട്ടിയിട്ട് വന്നു പെങ്ങളി അളിയനൊക്കെ. അങ്ങനെ അവിടെ അങ്ങനെ ആ ഭാര്യ വീട്ടിൽ പരമസുഖം അല്ലേ പറയുക. അങ്ങനെ സുഖമായിട്ടിരിക്കണതിൻ്റെ ഇടയിൽ മുറ്റത്ത് വന്നിട്ടൊരു തിരുമേനി അസ്സല് ഭാഷ. ഗജകണ്ഠന്മാർ 2-3 ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? വിറക് വെട്ടികൾ. അവരുടെ കൊള്ളരുതായ്മയുടെ അനുഭവമാണ് നാട്ടിലെ പ്രജകൾ അനുഭവിക്കുന്നത്. യഥാ രാജ തഥാ പ്രജ എന്നാണ്. ഒരു മറുപടിയും പറയില്ല. ഇങ്ങനെ പൊരിഞ്ഞ വഴക്ക്, പൊരിഞ്ഞ ഭാഷ. ബലരാമൻ കേട്ട ഭാവം നടിക്കുന്നില്ല, കൃഷ്ണൻകുട്ടി അത് മൈൻഡ് ചെയ്യണേയില്ല, പ്രദ്യുമ്നൻ ഷാളായാണ് ചെയ്യുക, അനിരുദ്ധൻ ഓടക്കൊഴിലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ മുത്തച്ഛൻ്റെ ഓടക്കൊഴിൽ ഉപയോഗിക്കാണ്ട് അതിലൊക്കെ പൂപ്പൽ വന്നിരിക്കണോ പരവക, അതിനെ ക്ലീൻ ചെയ്യലൊക്കെയാണ്. ഇതിൻ്റെ ഇടയിൽ പുതിയ ബന്ധുവാണ് അർജുൻ. അർജുനെ അത്ര ഇഷ്ടമായില്ല. അർജുൻ നേരെ നോക്കുക ഒരു വയറും തിരുമേനി വന്നിട്ട് അസല് ഭാഷയാണ്. കൊള്ളരുതാത്തവന്മാർ അല്ല തിരുമേനി നിങ്ങളാരാ? താനാരാ? താനാരാന്നല്ലല്ലോ ചോദിച്ചത്. തിരുമേനി ആരോയിക്കോട്ടെ, എന്താ പ്രശ്നം? അല്ല, എന്തിനാ ഇവിടെ വീട്ടിന് മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ വഴക്കടിക്കുന്നത്? വല്ലാത്തൊരു ഭാഷയാണല്ലോ. എന്തെങ്ങനെ? അയ്യയ്യേ, ഒരു തിരുമേനിയല്ലേ, ഒന്നുമില്ല, ഇങ്ങനത്തെ മോശമായിട്ടുള്ള ഭാഷകളൊക്കെ പ്രയോഗിക്കാൻ പാടുണ്ടോ? എടോ താനാരാ? ഞാൻ ഇവിടുത്തെ ബന്ധുവാ. ബന്ധു പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇതുവരെ തന്നെ. ഞാൻ ഇവിടുത്തെ പെങ്ങളെ കല്യാണം കഴിച്ച. താനാണിപ്പോൾ. അല്ല, അതൊക്കെ ആയിക്കോട്ടെ, അതൊക്കെ ഓരോരുത്തരുടെ സാമർത്ഥ്യം. നിങ്ങൾ അതിലിടപെടണ്ട. നിങ്ങളുടെ പ്രശ്നം എന്താ പറയൂ? എടോ ഞാൻ കുറച്ചധികം കുട്ടികൾ, ഒരു 8-9 തവണയായി എൻ്റെ വീട്ടിൽ ഭാര്യ പ്രസവിക്കുന്ന കുട്ടികൾ മുഴുവൻ മരണപ്പെടും. ആദ്യത്തെ കുട്ടിക്ക് ഒരു 6 വയസ്സ് കിട്ടി, പിന്നെ 5 കിട്ടി, 4, ഇങ്ങനെ 10 മാസം പോലും തികയാതെയാണ് ഈ 9ാമത്തെ കുട്ടി മരണപ്പെട്ടത്. ഓരോ തവണ അപകടം പറ്റുമ്പോഴും ഞാൻ ഇവിടെ വന്നിട്ട് ഈ വിദ്വാൻമാരോട് പറയും, ഇവർ തീരെ ചില്ലറക്കാരൊന്നുമല്ല, അവർ മനസ്സ് വിചാരിച്ചാൽ കാര്യങ്ങൾ അറിയുമെന്ന് എനിക്കറിയാം, എന്താ കാരണം എന്നറിയില്ല, അവരതിൽ ഇടപെടുന്നില്ല. ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് വിഷമമായിട്ടോ. പുതിയൊരു ബന്ധുവാണ്, നടാടെ ഒരു തിരുമേനി ഒരു ആവശ്യം പറഞ്ഞതുമാണ്. അതേ, വിഷമിക്കണ്ട, നിങ്ങൾ തിരിച്ചു പോയിക്കോളൂ. എന്തായാലും ആ കടുപ്പുള്ള ഭാഷയൊക്കെ നിർത്തും, ഞാൻ നോക്കിക്കോളാം, ഞാൻ ഏറ്റു. ഗംഭീരനായിട്ടുള്ള പാർത്ഥനും ഭീമനുമൊക്കെ ഘടോത്കചൻ്റെയൊക്കെ അച്ഛനാ, മനസ്സിലായി, ഇടുമ്പനെ കൊന്നവനാ, ആജാതി സാധനമാണ്. ഒരു ഒറ്റ പാലിട്ടുണ്ട് നദി കുറുകെ, ഒരു കല്ല് ഒറ്റ കയറ്റിയിട്ടതാ. ഇങ്ങനെ സാധനങ്ങൾ വിചാരിച്ചിട്ട് സാധിക്കാത്ത കാര്യം താനെങ്ങനെയപ്പോൾ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അഹം സംഘർഷണോ കാർഷ്ണിരേവച, ഞാൻ നിങ്ങൾ ഈ പറഞ്ഞ സംഘർഷനും കാർഷ്ണി ആരുമല്ല, ഞാൻ പാശുപതാസ്ത്രം എന്ന ദിവ്യ അസ്ത്രത്തിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള പാർത്ഥനാണ്. പരമശിവനും ഞാനുമായിട്ട് യുദ്ധം കൂടിയിട്ട് അമ്മ ഇടപെട്ടിട്ട് പെട്ടെന്ന് അതിനെയൊക്കെ ഞാൻ അയക്കുന്ന ശരങ്ങൾ പുഷ്പമാക്കി മാറ്റിയിട്ട് എനിക്ക് അസ്ത്രം തരികയുണ്ടായിട്ടുണ്ട്. അഗ്നിദേവൻ അസ്ത്രം തന്നിട്ടുണ്ട്. അങ്ങനെ ദിവ്യാസ്ത്രങ്ങൾ ധാരാളം എൻ്റെ കയ്യിലുണ്ട്, ഒഴിയാത്ത ആവനാഴിയുണ്ട്. മനസ്സിലായില്ലേ? വിഷമിക്കണ്ട, നിങ്ങൾ ഭാഷയൊന്നും പറയണ്ട, പോയിക്കോളൂ. ഇനി 10ാമത്തെ കുട്ടി നിങ്ങൾക്ക് കിട്ടും എന്നാണ്. അദ്ദേഹം പോയി. ഏതായാലും അധികം വൈകാതെ പത്നി ഗർഭിണിയായി. 5-8 മാസം ഗർഭമായപ്പോൾ അദ്ദേഹത്തിനെ കണ്ട് വിഷയങ്ങൾ അറിയിച്ചു. അപ്പോൾ ഉത്തരവാദിത്യം അല്ലേ, താൻ പറഞ്ഞൊരു വാക്ക് കാരണമായിക്കൊണ്ട് അവിടെ പോയിട്ട് നിൽക്കേണ്ടി വന്നു. അങ്ങനെ ശരം കൊണ്ട് ഒരു കൂടാരം ഉണ്ടാക്കി, ഒരു സൂതീഗ്രഹം, പ്രസവ മന്ദിരമുണ്ടാക്കി. അങ്ങനെ ശരം കൊണ്ടുണ്ടാക്കിയതുകൊണ്ട് ശര പഞ്ചരം. അതിനകത്ത് ഇവളെ താമസിപ്പിച്ചു. 9 മാസം കഴിഞ്ഞു. 9ഉം 10ഉം ഭേദമില്ല, വയറ്റാട്ടി വന്നു. ഗർഭ സംസ്കാരങ്ങൾ, വേദന തുടങ്ങി. ഗർഭസംസ്കാരങ്ങൾക്കായിട്ട് അകത്ത് കയറി. കുറച്ചു നേരം ആ വേദനയും വിഷമങ്ങളും നിലവിളിയൊക്കെ ഉണ്ടായി. അധികം വൈകാതെ ആ കുട്ടിയുടെ നിലവിളി കേട്ടു. ഒരു 2-3
ഒച്ചയാണ് കുട്ടറ കേട്ടുള്ളൂ. പിന്നെ വലിയ ആളുകളുടെ ശബ്ദം, 2 വലിയ സ്ത്രീകളുടെ ശബ്ദം മാറി. രണ്ടുപേരും ഈ മറ്റേ സ്ത്രീ വയറ്റാട്ടി പേടിച്ചിട്ട് ഓടി വന്നു, കിതച്ചുകൊണ്ട് വയർത്തിട്ട്. എന്താന്ന് ചോദിച്ചപ്പോൾ ഇനി എന്നെ വിളിക്കരുത് തിരുമേനി എന്ന് പറഞ്ഞു. കാരണം ഇതുവരെയുള്ളതൊക്കെ എടുത്തത് ഞാനാണ്. പക്ഷേ ഇതുമ്പോൾ മറ്റത് കുട്ടികളെന്തെങ്കിലും കിട്ടിയിരുന്നു അല്ലേ, ഇതിപ്പോൾ കുട്ടി പോലും ഇല്ല. എന്താ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അലറി നിലവിച്ച് ഭയന്നു പോയി ആ സ്ത്രീ. അതിൽ തിരുമേനി നേരത്തെ പറഞ്ഞതിനേക്കാൾ എരിവും ഉപ്പും മുളകും ഒക്കെ പാട് കൂടിയിട്ടുള്ള ഭാഷ അങ്ങോട്ട് തുടങ്ങി. സ്റ്റാർട്ടിങ് തന്നെ എത്ര എളിപ്പനായിട്ട് മുഴുവൻ കേട്ടു. അവസാനം ഒരു വാക്ക് പറഞ്ഞു, ആണാന്നും പറഞ്ഞ് മീശ വെച്ചിരിക്കും ചത്തുകൊടറും. അത് തിരി കൊണ്ടുകൂട്ടോ. അങ്ങനെയൊക്കെ മുഖത്ത് നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഈ ആണുങ്ങളോട് 2-3 കാര്യങ്ങൾ പറഞ്ഞാൽ പ്രകോപനം ഉണ്ടാവും. നിങ്ങളൊക്കെ ഒരാണാ എന്ന് ചോദിക്കാൻ പാടില്ല, മനസ്സിലായില്ലേ? അമ്പലത്തിലെ ആവശ്യത്തിന് കരിക്ക് വേണം. പാലക്കാട് പോയപ്പോൾ കരിക്കൊന്നുമില്ല. അപ്പോൾ ഭാര്യ അതേമാതിരി അയൽപക്കത്തെ ശങ്കരേട്ടൻ്റെ ഭാര്യ ചോദിച്ചു, ആണാന്നും പറഞ്ഞ് ഇരിക്കുകയാണെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ പാവണ്ടോ BP ഇളകി. തെങ്ങ് കയറി ഇളനീരൊക്കെ ഇട്ടു. നോക്കിയപ്പോൾ ഡീ കല്യാണി നീ 1 2 കല്യാണി 1 2 എന്നാ ചോദിക്കണേ. നോക്കുമ്പോൾ 2 കല്യാണിമാരെയൊക്കെ മറുപടി കാണുന്നു. കറങ്ങി എന്ന് പറയണേ. പാവം എങ്ങനെയൊക്കെയോ ഇറങ്ങി മുത്തപ്പനെ പ്രാർത്ഥിച്ചിട്ട് അതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഇങ്ങനെ ചോദിക്കാൻ പാടില്ല എന്നാ പറയണേ. ഇദ്ദേഹം ചോദിച്ചു, താനൊക്കെ ഒരാണാണ്, ആണാന്ന് പറഞ്ഞ് നടക്കണു, മീശയും വെച്ചിട്ട് ചത്തൂടെന്ന് ചോദിച്ചത് ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നു പറയാം. ഏതായാലും ചിത കൂട്ടി ചാവാൻ തന്നെ തീരുമാനിച്ചു. കാരണം എന്തറിയോ, പാരതന്ത്ര്യം ആനകൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്നാണ്. അഭിമാനക്ഷതം വന്നു കഴിഞ്ഞാൽ അഭിമാനികളത് പൊറുക്കില്ല. വല്ലാതെ കൊണ്ടു അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ. കാരണം ഒരു സാധാരണ ഒരു തിരുമേനിയാണ് അദ്ദേഹത്തിനുണ്ട്. ദേവന്മാരോട് കയർത്തിട്ട് സമ്മാനം വാങ്ങിയ അസുരന്മാരെ നിലയ്ക്ക് നിർത്തിയ ആൾ ഇത്ര വീരനായിട്ടുള്ള ഒരാളാണ് ഇത് അനുഭവിക്കുന്നത്. ചെറിയ കാര്യമില്ല. അദ്ദേഹത്തിന് വല്ലാതെ ഫീൽ ചെയ്തു. അങ്ങനെ കാഷ്ടം എന്ന് പറഞ്ഞ വിറകാണ്. വിറകുകളൊക്കെ ഒരുക്കി കൂട്ടി ചേത ഉണ്ടാക്കി. ആ ചേതയ്ക്ക് ചുറ്റും പ്രദക്ഷിണം ചെയ്തു. എളുപ്പമല്ലാട്ടോ, ചാവു ഞാൻ എന്നൊക്കെ പറയുന്നേ ഉള്ളൂ. നല്ല വിഷമാ, നല്ല ധൈര്യം വേണം. അങ്ങനെ കറങ്ങണതിൻ്റെ ഇടയിൽ ഭഗവാനെ എന്താ എന്നോട് ഇങ്ങനെ ഒരു ഉപേക്ഷ വരാൻ കാരണം എന്ന് ചിന്തിച്ച മാത്രയിൽ, ചിന്തിച്ചു എന്നല്ല, ചാടണു എന്നങ്ങോട്ട് പറഞ്ഞിട്ട് ആ ചിതയിലേക്ക് ചാടലും ഒറ്റ തട്ടാണ്. ഭഗവാനെ നേരെ തട്ടി പുറത്തേക്ക് അങ്ങോട്ട് ഇട്ടു. ആ ഭഗവാൻ തട്ടിയതോടു കൂടിയിട്ട് എന്തായി, ചെറിയൊരു അനുഗ്രഹ വർഷം പൊഴിച്ചു വരുണൻ. അങ്ങനെ ആ തീ കെട്ടു. സുഖമായിട്ടൊരു കുഞ്ഞു മഴ, അനുഗ്രഹ വർഷം. ഒന്നും വേണ്ടിയില്ല. അദ്ദേഹം തരിച്ചു നിൽക്കുമ്പോൾ ഭഗവാൻ കയ്യിൽ അങ്ങോട്ട് പിടിച്ചു. കയ്യെ പിടിച്ചപ്പോൾ എന്തോ ഒരു ഇലക്ട്രിക്കൽ എനർജി ശരീരത്തിൽ പാസ് ചെയ്യണമാതിരി ഒരു അനുഭവം ഉണ്ടായപ്പോൾ കണ്ണുകൾ അറിയാതെ അടഞ്ഞുപോയി. അതോടുകൂടി ശരീരത്തിൻ്റെ ഭാരം കുറഞ്ഞു. ശരീരത്തിൻ്റെ ഭാരം കുറഞ്ഞിട്ടുള്ള അർജുനൻ ഭഗവാനോട് ചേർന്നിട്ട് വായുവിൽ പറക്കുന്നൊരു അനുഭവം ഉണ്ടായത്. എന്താ സംഭവിക്കണമെന്ന് അറിയില്ല. ശുംന്ന് കാറ്റിങ്ങനെ കാതിൽ കൂടെയൊക്കെ ഇങ്ങനെ കാറ്റടിക്കുന്ന ശബ്ദം കേൾക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കാറ്റടിക്കുന്ന ശബ്ദം കുറഞ്ഞു. പിന്നെ ദിവ്യമായിട്ടുള്ള സുഗന്ധം വന്നു തുടങ്ങി. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ചെറിയ മിന്നലുകളും പ്രകാശങ്ങളും കാണുന്നു. അപ്പം ഒരു ഭാഗത്ത് ഇങ്ങനെ നിന്ന് നോക്കിയപ്പോൾ നല്ല സ്തുതികളാണ്. നാരായണ 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 നാരായണ. ഭഗവാന്റെ സന്നിധിയിലെത്തി, വൈകുണ്ഠത്തിലെത്തി എന്ന് പറയാം. പർവ്വതൻ, തമ്പുരു, നാരദൻ മുതലായിട്ടുള്ള ആളുകൾ ഭഗവാനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ജൈവജന്മാർ കാവൽ നിൽക്കുന്നുണ്ട്. ഭൂമിദേവിയും ശ്രീദേവിയും ഭഗവാനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നു. ഒരാൾ പാദ ശുശ്രൂഷ ചെയ്യണം, ഒരാളിങ്ങനെ വീശി കൊടുക്കണം, മടിയിൽ തലയൊക്കെ വെച്ചിട്ട്. ഇതാണ് അവസ്ഥ. ഭഗവാൻ അങ്ങനെ കണ്ണുമിഴിച്ച് നോക്കി. രണ്ടുപേരെയും കാരുണ്യത്തോടുകൂടി നോക്കി. എന്ന് മാത്രമല്ല, ഒന്ന് പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ ഭഗവാന്റെ സേവകന്മാർ ആ 10 കുട്ടികളെ, അപ്പം ജനിച്ചൊരു കുഞ്ഞുണ്ണി അടക്കം ആ ബ്രാഹ്മണൻ്റെ ആ 1.5 വയസ്സ് വ്യത്യാസത്തിലുള്ള കുട്ടികളെയൊക്കെ കൊടുന്നിട്ട് നേരെ ഭഗവാന്റെ മുമ്പിൽ നിർത്തി. ഭഗവാൻ എന്ത് ചെയ്തറിയോ, തനിക്ക് കർത്തൃത്വവും വേണ്ട ഭോക്തൃത്വവും വേണ്ട. കാരണം ഒന്നിൻ്റെയും ക്രെഡിറ്റ് എടുക്കുന്ന ആളല്ല ഭഗവാൻ. ഭഗവാന്റെ പൊതുവേ സ്വഭാവം എന്താ, പിന്നിൽ നിന്ന് പ്രവർത്തിക്കും. താനാണ് എന്ന് അറിയിക്കില്ല. അദ്ദേഹത്തിന് അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ഒരു സ്വഭാവമാണ് ഭഗവാന്റെ എന്ന് പറയണം. അങ്ങനെ ഏതായാലും ആ 10 കുട്ടികളെയും കൊണ്ട് അർജുൻ്റെ കയ്യിൽ ഭഗവാൻ ഏൽപ്പിച്ചു. ആ കുട്ടികളെ തിരിച്ചു കൊണ്ടുവന്ന്
ബ്രാഹ്മണന് നൽകി ക്ഷമാപണം ചെയ്തു എന്ന് പറയാണ്. അതോടുകൂടി ഒന്ന് സംഭവിച്ചു. ഭഗവാൻ കൃഷ്ണനെ മുഖാമുഖം നോക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയുടെ ഭാരം തീർക്കാനായിക്കൊണ്ട് ഈ ഒരു വേഷം കെട്ടി ഇറങ്ങിയതാണല്ലോ. കളി നിർത്താരായി എന്ന് പറഞ്ഞാൽ ആയല്ലോ, ഇനിയിപ്പോൾ ഇങ്ങോട്ട് തിരിച്ചെത്താം എന്നൊരു ധ്വനി അതിൽ നിശബ്ദമായിട്ട് കൊടുത്തു എന്നതാണ് അതിൻ്റെ ഭാഗം. ഈ കഥയെ സന്താനഗോപാലം എന്നാണ് ഈ കഥയ്ക്ക് പേര് പറയുക. ആരൊരാൾ ഭക്തി ശ്രദ്ധയോടുകൂടി ഈ കഥ കേൾക്കുന്നുവോ അതിൻ്റെ ഒപ്പം സന്താനഗോപാല മന്ത്രം ദേവകീസുത ഗോവിന്ദ വാസുദേവ ജഗൽപതി എന്നുള്ള മന്ത്രം വിധിപ്രകാരം ആചാര്യരിൽ നിന്ന് ദീക്ഷാവിധി പ്രകാരം സ്വീകരിച്ച് അനുഷ്ഠാനം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അനുഭവം ഉണ്ടാവും എന്ന കാര്യം പരമാർത്ഥമാണ് എന്നാണ്.